മക്കളെ വെൽക്കം ടു എം സൊല്യൂഷൻ. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? ഇത് നിങ്ങളുടെ സ്വന്തം SDK സാർ. മക്കളെ നമ്മൾ എന്നുണ്ടല്ലോ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലേ, സാമൂഹിക വിശകലനം സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന ചാപ്റ്റർ വളരെ ചുരുക്കം ചില സമയങ്ങൾ കൊണ്ട് പഠിക്കാൻ പോവാണ്. എൻ്റെ എല്ലാ മക്കളും ഇരുത്തത്തിലിരുന്നോ നമ്മൾ സെറ്റാക്കാൻ പഠിക്കാൻ പോവാണേ. ഓക്കെ നേരെ നമുക്ക് എന്താവാ ചാപ്റ്ററിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട പഠിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ അനാലിസിസ് എന്താ, സാമൂഹിക വിശകലനം എന്താന്ന് പഠിക്കണം. 2, കോമൺ സെൻസ് നോളേജ്, എന്താണ് സാമാന്യ ബോധജ്ഞാനം എന്നുള്ളത് പഠിക്കണം. അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, എന്താണ് സാമൂഹിക ശാസ്ത്ര സങ്കല്പം എന്നുള്ളത് പഠിക്കണം. നമ്മുടെ ബുക്കിൽ ആദ്യം 2ാമത്തെ പഠിക്കണത്, പിന്നെ നമ്മൾ പഠിക്കണതാണ് 1ാമത്തെ, പിന്നെ നമ്മൾ എത്രാമത്തെ പഠിക്കണം? 3ാമത്തെ. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ആദ്യം ഇത് പഠിക്കും, പിന്നെ അങ്ങനെ. ഓക്കെ ആണല്ലോ. ആദ്യം നമ്മൾ എന്താവാ 1ാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണേ. പിടിച്ചോ. സോഷ്യൽ അനാലിസിസ് എന്താണ്? സാമൂഹിക വിശകലനം. സമൂഹം എന്ന് പറയുമ്പോൾ ഏതൊരു സമൂഹത്തിൽ 2 പ്രശ്നം ഉണ്ടാവും. ഒന്ന് വ്യക്തിപരമായ പ്രശ്നം, ഇൻഡിവിജ്വൽ പ്രോബ്ലം. 2 സോഷ്യൽ പ്രോബ്ലം, സാമൂഹിക പ്രശ്നം. ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് വ്യക്തിപരമായ പ്രശ്നം, ഇൻഡിവിജ്വൽ പ്രോബ്ലം. ഇപ്പം എല്ലാവർക്കും പെണ്ണ് കിട്ടി, എനിക്ക് മാത്രം പെണ്ണ് കിട്ടുന്നില്ല, ദാറ്റ് ഈസ് മീൻസ് അത് ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും വരൾച്ച അനുഭവിക്കുകയാണ്, ദാറ്റ് ഈസ് സോഷ്യൽ പ്രോബ്ലം. കിട്ടിയോ? ഏതൊരു പ്രശ്നമായാലും ആ പ്രശ്നത്തിന് പിന്നിൽ ഒരുപാട് സമൂഹത്തിലെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഈ ഫാക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും ബാധിക്കുന്നത് എന്ന് നമ്മൾ വിശകലനം ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിൻ. അതായത് അനലൈസിന്റെ വേറൊരു വേർഡാണ് എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഷ്യൽ അനാലിസിസ്. ഓക്കെ ആണല്ലോ. നേരെ കണ്ടിലേക്ക് കിടക്കുക. സിമ്പിളായിട്ട് ടോപ്പിക്കുകൾ പറഞ്ഞു തരും കേട്ടോ. നോക്കിക്കോ. സോഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ ആണ് അല്ലേ, എക്സാമിൻ ചെയ്യുന്ന പ്രോസസ്സാണ്. സെറ്റല്ലേ? എന്തൊക്കെയാണ് സമൂഹത്തിലെ കുറെ ഫാക്ടേഴ്സ് ഉണ്ടാകും. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് സാമൂഹിക ബന്ധങ്ങൾ. അതേപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹിക സ്ഥാപനങ്ങൾ. അതേപോലെ സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനകൾ. അതേപോലെ സോഷ്യൽ പ്രോബ്ലം, സാമൂഹിക പ്രശ്നം എന്നിവ ആരൊക്കെയാണ്? ആർ അഫക്റ്റഡ്, ബാധിക്കുന്നുണ്ട്. ആരൊക്കെ ബാധിക്കുന്നു? ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. ആരൊക്കെ ബാധിക്കുന്നു? വ്യക്തിയെയും സമൂഹത്തെയും. എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പഠിക്കണേ. നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സോഷ്യൽ അനാലിസിസ്. പല കുട്ടികൾക്കും കോൺസെപ്റ്റ് എന്തായാലും ക്യാച്ച് ചെയ്തിട്ടുണ്ടോ? ചില ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തെന്നെ വന്നാലും ഞാനൊരു ചെറിയ ട്രിക്കൊക്കെ എന്താവാ കാര്യങ്ങളാണ് ചെയ്തുതരാം. അപ്പോൾ സോഷ്യൽ അനാലിസിസ് പറഞ്ഞാൽ എക്സാമിനാണ്, മനസ്സിലായില്ലേ? 4 ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. ഇംഗ്ലീഷ് മീഡിയം ശ്രദ്ധിക്കുക, 4 ഫാക്ടേഴ്സ് ആണ് അല്ലേ. അതിൽ ഒന്നാമത്താണ് എന്ത്? സോഷ്യൽ റിലേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രോബ്ലം, സ്ട്രക്ചർ. 4 കാര്യങ്ങൾ. ആരൊക്കെ ബാധിക്കുന്നത്? ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റിയെയും. എങ്ങനെ ബാധിക്കുന്നു എന്ന് പഠിച്ചാൽ അതിനെ പറയുന്ന പേരാണ് മക്കൾ എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. മലയാളം മീഡിയം സെറ്റ് ആണല്ലോ. മലയാളം മീഡിയത്തിൽ ഞാൻ എന്താ ട്രിക്ക് പറഞ്ഞുതരാം. നോക്കിക്കോട്ടോ. യെസ്, ഇംഗ്ലീഷ് മീഡിയം നോക്കിക്കോ. എന്താണ് സോഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അനാലിസിസിന് ഇംഗ്ലീഷ് അറിയാം, എക്സാമിൻ. അപ്പൊ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിൻ. എന്നിട്ട് എന്ത് ചെയ്യുക? ഹൗ നോക്കുക. സോഷ്യൽ റിലേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ട്രക്ചർ, പ്രോബ്ലം ആർ അഫക്റ്റഡ്. എന്തിനാ അഫക്റ്റ് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റിയെയും. അത് നമ്മൾ വിളിക്കുന്നവരാണ് സോഷ്യൽ അനാലിസിസ്. നിങ്ങൾ നോക്കി, ഇതൊക്കെ വെട്ടിക്കോളി. ഇതെടുക്കും RISP. അപ്പൊ ഷോർട്ട് കിട്ടി സോഷ്യൽ അനാലിസിസ് അല്ലെ. സോഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിൻ. ഹൗ ഇവിടെ ഹൗ കൊടുക്കുക. എന്നിട്ടോ സോഷ്യൽ റിലേഷൻ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ സ്ട്രക്ചർ അല്ലെ. അതേപോലെ സോഷ്യൽ പ്രോബ്ലം കണ്ടോ, നമ്മൾ ഷോർട്ടാക്കി വായിച്ചു. റിപ്സ് അല്ലേ. അതെന്താ? അഫക്റ്റ് ചെയ്യുക മനസ്സിലായില്ല മക്കളെ? കൂടിച്ചേരുക. അഫക്റ്റഡ്, ആരൊക്കെ ബാധിക്കുന്നു? ഇൻഡിവിജ്വൽസിനെയും സൊസൈറ്റിയെയും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ സോഷ്യൽ അനാലിസിസ്. അടുത്ത ലൈവിൽ വന്ന് നമ്മൾ ഒന്നുകൂടി എന്താവും സിമ്പിളാക്കി തരും. കാര്യം മനസ്സിലായില്ലേ? എന്തൊരു പ്രശ്നത്തിന് പിന്നിലും കുറേ ഘടകങ്ങളുണ്ട്. കാര്യമായിട്ട് വ്യക്തിപരമായ പ്രശ്നം, അതേപോലെ തന്നെ സാമൂഹിക പ്രശ്നം. ഈ 4 ഘടകങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് അനലൈസ് ചെയ്യുക. അതിൽ ഷോർട്ട് ട്രിക്കും തന്നു. വളരെ സിമ്പിളായിട്ട് എന്തായി നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കി, മലയാളം മീഡിയം നോക്കി. എന്താണ്? സമൂഹത്തെ ബന്ധം അല്ലേ, അതുപോലെ സ്ഥാപനം, ഘടന, പ്രശ്നം. ഇതൊക്കെ എന്താവുന്നുണ്ട്? വ്യക്തിനെയും ബാധിക്കുന്നുണ്ട്, സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സാമൂഹിക വിശകലനം. നോക്കി, സാമൂഹിക വിശകലനം എന്ന് പറഞ്ഞാൽ സാമൂഹിക ബന്ധം, സാമൂഹിക സ്ഥാപനം, സാമൂഹിക ഘടന, സാമൂഹിക പ്രശ്നം. ഇതൊക്കെ എങ്ങനെയാണ് ആരൊക്കെ? വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നത്, വ്യക്തികളെയും സമൂഹത്തെയും ബാധിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുക, എന്ന് എന്താ പറയുക
വിശകലനം ചെയ്യുക, അതിന് വിളിക്കുന്ന പേരാണ് സാമൂഹിക വിശകലനം. കിട്ടിയില്ലേ? അപ്പോൾ സാമൂഹിക വിശകലനം ഈക്വൽ ടു ബസ്തകപ്ര പ്ലസ് വ്യസ എന്ന് പഠിച്ച സാധനം സെറ്റ മക്കളെ, സാധനം സെറ്റ. ഇത് അങ്ങനെ തന്നെയാണ് പഠിച്ച വെച്ചോളിട്ടോ. ഇനി അടുത്ത് നോക്കി സമൂഹത്തെ ഇങ്ങനെ വിശകലനം ചെയ്യാൻ സോഷ്യൽ അനാലിസിസ് ചെയ്യാൻ 2 മാർക്ക് ഉണ്ട്. ഒന്നാമത്താണ് മക്കളെ കോമൺ സെൻസ് നോളജ്, രണ്ടാമത്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സാമാന്യബോധം ജ്ഞാനുണ്ട്, അതേപോലെ സാമൂഹ്യ ശാസ്ത്ര സങ്കല്പമുണ്ട്. ആദ്യം നമുക്ക് എന്താണ് കോമൺ സെൻസ് നോളജ് നോക്കാം. സാമാന്യബോധം. അവിടെ സാമാന്യബോധം പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല. നമ്മളെ വീട്ടിൽ നമ്മളെ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ എന്തുണ്ട്? സാമാന്യബോധം, പൊതുബോധം. പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, വെളിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ എന്തുണ്ടാവും അറിയോ? കാർമേഘം മൂടി നിൽക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലായി മഴ പെയ്യാനായി. ദാറ്റ് ഈസ് സാമാന്യബോധം. ഇല്ലേ? ഒരു തീ ഇങ്ങനെ കത്തുമ്പോൾ നമ്മൾ വിരലിടുവോ? ഇല്ല. കാരണം എന്താ? അത് പൊള്ളും നമുക്കറിയാം. ഇതിന് വിളിക്കുന്ന പേരാണ് സാമാന്യബോധം. ചെറിയ കുട്ടികൾക്കൊക്കെ സാമാന്യബോധം ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇതൊക്കെ കിട്ടുന്നത് എങ്ങനെയാണ്? ചില ആൾക്കാർക്ക് തീ തൊട്ടാൽ പൊള്ളുന്ന എങ്ങനെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടാവില്ല. അത് അനുഭവിച്ച് മനസ്സിലാക്കിയേക്കാരം അല്ലേ? വീട്ടിൽ എന്തെങ്കിലും പ്രാണി പോകുമ്പോൾ അതിനെ പിടിച്ച് തൊള്ളിയിലിട്ട് അത് കഴിക്കും, അത് പറ്റൂല എന്ന് മനസ്സിലായത് എങ്ങനെ? അത് ചില ആൾക്കാരൊക്കെ ചെറിയ കുട്ടിയായി എന്തായിട്ടുണ്ടാവും, ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഇതിലൂടെ നമ്മൾ നേടുന്ന നേരിട്ടുള്ള അറിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമാന്യബോധ ജ്ഞാനം. 8 മാസമായി കുട്ടി ചിലപ്പോൾ വീട്ടിലാകെ അപ്പിട്ട് ചീലേ ചീച്ചി അല്ലെ മൂത്രമൊക്കെ ഒഴിച്ച് ആകെ കളിക്കുന്നുണ്ടാവും. ആ സമയത്ത് അമ്മ അത് പറയുന്നുണ്ടാവും, അയ്യേ ചീച്ചി അല്ലേ? അപ്പൊ കുട്ടിക്ക് ഇതെന്തോ പറ്റാത്ത സാധനമാണെന്ന് എന്താവുന്നു കുട്ടിക്ക് മനസ്സിലാവുക. അങ്ങനെ കുട്ടി അവിടെ ലേൺ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താണ്? സാമാന്യബോധ ജ്ഞാനം അല്ലേ? അതായത് കോമൺ സെൻസ് നോളജ്. എങ്ങനെ കോമൺ സെൻസ് നോളജ് കിട്ടുന്നതിൻ്റെ മക്കൾക്കൊക്കെ മനസ്സിലായില്ലേ? പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കിട്ടും, സ്വന്തം അനുഭവത്തിലൂടെ കിട്ടും. ഇല്ലെങ്കിലോ വേറെ ആരെയിലൊക്കെ വേറെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് വീട്ടിൽ കുറച്ച് വിരുന്നാർ വരിക, വിരുന്നാർ വരുമ്പോൾ വിരുന്നാർ ഓലിങ്ങനെ സംസാരിക്കുന്നതിനിടെ നമ്മൾ ഓലെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പം മാറി എന്തായാലും എനിക്ക് വലിയൊരു വർത്തനം പറയുന്നിടത്ത് മാറി എന്താ അവിടെ നിന്ന് ഉണ്ടാവും. യെസ്. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ സമൂഹത്തിൽ ഇടപെടുമ്പോഴും കിട്ടും. കിട്ടിയോ? കൾച്ചറായിട്ട് നോളജായിട്ട് കിട്ടും. സ്കൂളൊക്കെ ചങ്ങായിമാരൊക്കെ സംസാരിക്കുമ്പോൾ മെല്ലെ പറ, എല്ലാവരും കേൾക്കും. കണ്ടോ? അത് സാംസ്കാരികമായിട്ടുള്ള അറിവാണ്. ചിലതൊന്നും ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റൂല. മെല്ലെ പറയേണ്ടത് എങ്ങനെ തന്നെ പറയണം, മെല്ലെ തന്നെ പറയണം. കിട്ടിയോ? യെസ്. അപ്പോൾ സോഷ്യൽ നോളജ്, കോമൺ സെൻസ് നോളജ് ഒക്കെ എന്താണ്? ഇറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. എങ്ങനെ കിട്ടുന്നത്? ഇൻഡിവിജ്വൽസ് ഓരോ വ്യക്തിക്കും നേടുകയാണ്. എന്തിനെക്കുറിച്ച്? ലോകത്തെക്കുറിച്ച് നേടുകയാണ്. എങ്ങനെ? പേഴ്സണൽ എക്സ്പീരിയൻസ്, സ്വന്തം അനുഭവത്തിലൂടെ. സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹിക ഇടപെടലിലൂടെ. ആൻഡ് കൾച്ചറൽ നോളജ്, സാംസ്കാരിക അറിവിലൂടെ. ഇങ്ങനെ നേടുന്ന അറിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമാന്യബോധ ജ്ഞാനം. ഇത് വെച്ചിട്ട് നമ്മൾ സമൂഹത്തെ വിശകലനം ചെയ്താൽ റെഡിയാവോ? നിങ്ങൾ പറ. ചിലപ്പോഴൊന്നും റെഡി ആവാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ സാമാന്യബോധമാണ്. മനുഷ്യൻ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന് ബാക്കി മുഴുവൻ നമ്മളെ പൂരിപ്പിക്കും. നീ ഇതൊക്കെ ക്ലാസ്സിൽ എത്തിയിട്ടില്ല, വീട്ടിൽ നിന്ന് പോന്നിക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു, നീ ഇതൊക്കെ എന്തോ പരിപാടി ഉണ്ട്, ഓർക്ക് എന്തോ ചുറ്റിക്കറങ്ങലുണ്ട്. ചിലപ്പോൾ ആ കുട്ടീനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതേക്കാരം, അല്ലെങ്കിൽ കുട്ടി ആക്സിഡന്റ് പറ്റിയതേക്കാരം. ചിന്തിക്കുവോ? നമ്മൾ 6th, 7th, 8th സെൻസ് എടുത്തിട്ട് നമ്മളെന്താവും, നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഓൺലി പാർഷ്യൽ നോളജ്. ഭാഗികമായിട്ടുള്ള അറിവ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലേ? ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ ഫുള്ളായിട്ടുള്ള അറിവ് കിട്ടുന്നില്ല കോമൺ സെൻസ്. ബാക്കി മുഴുവൻ നമ്മൾ ഊഹിച്ചെടുക്കുക. യെസ്. പിന്നെ നമ്മളതായിട്ട് വിവരിച്ച് ഒടുക്കയിലൊക്കെ എത്തിക്കും നമ്മൾ. അടുത്തൊക്കെ റിലീസ് ഓൺ സ്പെക്കുലേഷൻ ആൻഡ് പ്രാക്ടീസ്. ഊഹത്തെയോ അല്ലെങ്കിൽ ആചാരങ്ങളെ, ശീലങ്ങളെ അടിസ്ഥാനമാക്കി ഇട്ടേക്കാരം അല്ലേ? ഇന്ന് മയജോ അന്ന് വെച്ചു, എന്താ ഇന്നലെ മിനിയാന്നൊക്കെ പെയ്തില്ല, അപ്പം ഒന്നും പെയ്യും. ഊഹാണ് അല്ലേ? അല്ലെങ്കിൽ കയ്യോട് നമ്മൾ പറയും, അത് പൊട്ടിക്കുന്നുണ്ട്, ഓപ്പറേഷൻ വേണ്ടിയിട്ട്. അങ്ങനെ മനസ്സിലായത് പണ്ട് എനിക്കും ഇങ്ങനെ ഉണ്ട്. കണ്ടോ? ദാറ്റ് ഈസ് പ്രാക്ടീസ്. ശീലങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാ. നോട്ട് ബേസ്ഡ് ഓൺ സയന്റിഫിക് സ്റ്റഡി. മഴ പെയ്യുമെന്ന് പറഞ്ഞത് ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ്. ഇതൊക്കെ ഒരു തോന്നലാണ് അല്ലേ? അടുത്തൊക്കെ ഇങ്ങനെയായ സമൂഹത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ, ഒരിക്കലും മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ സമൂഹത്തെ വിശകലനം ചെയ്യാൻ എന്തുകൊണ്ട് കഴിയൂല? കോമൺ സെൻസ് കൊണ്ട് കഴിയൂല. പല ആൾക്കാരും സാമാന്യബോധം വെച്ച് വിശകലനം ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ പക്ക എന്താണ്, തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എന്താവുക, നിങ്ങളെല്ലാവരും വളരെ സിമ്പിളായിട്ട് എന്താവുക മനസ്സിലാക്കുക. ആർക്കും മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടാവില്ല. കാരണം ഇതങ്ങനെ തന്നെ എന്തായാൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കുക കേട്ടോ. അടുത്ത് നോക്കുക, എന്താണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? നമ്മൾ പറയുന്നത് 2 പ്രശ്നമുണ്ട്. സോഷ്യൽ പ്രോബ്ലം ഉണ്ട്, ഇൻഡിവിജ്വൽ പ്രോബ്ലം ഉണ്ട്. കിട്ടിയോ? ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രശ്നം എടുക്കുക. സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിന് വേണ്ടിയിട്ട് ഒരു പ്രശ്നം എടുക്കുക. ഏത് പ്രശ്നം എടുക്കുക? വ്യക്തിപരമായ പ്രശ്നം. ഈ വ്യക്തിപരമായ പ്രശ്നത്തിന് പിന്നിൽ നമ്മൾ പറഞ്ഞില്ല, ഏത് പ്രശ്നത്തിന് 4 ഘടകങ്ങളുണ്ട്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഘടകം എടുക്കുക, സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടന. ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിൻ്റെ പ്രശ്നത്തിൽ ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, അങ്ങനെ മനസ്സിലാക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, സാമൂഹ്യ ശാസ്ത്ര സങ്കല്പം. വ്യക്തിപരമായ പ്രശ്നം എങ്ങനെയാണ് സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇപ്പം എനിക്ക് പെണ്ണ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അപ്പം എൻ്റെ നാട്ടിലെ കുറേ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കഴിവാണ്, തിരിച്ചറിയാനുള്ള കഴിവാണ്. സ്കിൽ ടു ഐഡന്റിഫൈ. എന്ത് തിരിച്ചറിയാനുള്ളത്? ഹൗ ഇൻഡിവിജ്വൽ പ്രോബ്ലം റിലേറ്റഡ് ടു സോഷ്യൽ സ്ട്രക്ചർ. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആണ്. കുട്ടിക്കോളി
ഇത് ഇൻഡിവിജ്വൽ പ്രോബ്ലം, ഇത് സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയാനുള്ള സ്കില്ലിനെ പറയുന്ന പേരാണ് എന്ത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇൻഡിവിജ്വൽ പ്രോബ്ലം പല വ്യക്തികൾക്കും പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിനൊക്കെ പിന്നിൽ ഒരുപാട് സോഷ്യൽ സ്ട്രക്ചർ ഉണ്ട്, അതുമായി ഇത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ ബന്ധപ്പെട്ടു എന്ന് തിരിച്ചറിയാം, ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് മക്കളെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളെ പറയുന്ന പേരാണ് ചാൾസ് റൈറ്റ്സ് മിൽ. ഇയാളാണ് അയാൾ. കിട്ടിയോ? അപ്പൊ അന്നത്തെ പേര് പഠിച്ചോളി. ചാൾസ് റൈറ്റ്സ് മിൽ. പേര് കിട്ടിയില്ലേ? എല്ലാവരും പറഞ്ഞാണ് ചാൾസ് റൈറ്റ്സ് മിൽസ്. എങ്ങനെ പഠിക്കുക? ചാൾസ് എന്ന് പറയുന്ന ആൾക്ക് മില്ലുണ്ട്, ഫ്ലോർ മില്ല്. അയാൾ ആ മില്ല് കുത്തിരുന്നിട്ട് എന്താ അറിയോ, രാത്രിയിലേക്ക് ഇരുന്നിട്ട് മില്ലിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതും, കണക്കുകളൊക്കെ എഴുതും. അപ്പൊ രാത്രി കട അടക്കാൻ നേരത്തേക്ക് മില്ല് അടക്കാൻ സമയത്തിലെ 8 മണിൻ്റെ 1 മിനിറ്റ് മുമ്പ്, 8 മണിയാകുമ്പോഴാണ് അധികം ആൾക്കാരും കടകളൊക്കെ അല്ലെ ഷോപ്പൊക്കെ അടക്കുക അല്ലെ. ആ സമയത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ എഴുതി വെക്കുകയാണ് എന്ത്? വരവ് ചെലവ് കണക്കുകൾ. എവിടെ ഇരുന്നിട്ട് എഴുതുന്നത്? മില്ലിൽ ഇരുന്നിട്ട്. ആരെ എഴുതുന്നത്? ചാൾസ് അല്ലേ. അപ്പൊ നോക്കിയും ചാൾസ് എവിടെ ഇതാ ചാൾസ് അല്ലേ എഴുതുന്നു. റൈറ്റ് എവിടെ ഇരുന്നിട്ട് എഴുതണേ? മില്ലിൽ. അപ്പൊ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് ആര്? ചാൾസ് റൈറ്റ്സ് മിൽസ്. സെറ്റല്ലേ വാണെങ്കിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തോണ്ടി, നമ്മളെ ചങ്കാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞത് 8 മണിൻ്റെ 1 മിനിറ്റ് മുമ്പ്. റെയിൽവേ ടൈമിൽ 8 മണിക്ക് 1 മിനിറ്റ് എങ്ങനെ പറയാ? 1959. വർഷം കിട്ടിയില്ലേ? 1959 സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആര് കൊണ്ടുവന്നിട്ടുള്ളത്? ചാൾസ് റൈറ്റ്സ് മില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന എന്താണെന്ന് ഞാൻ കരുതാൻ പോവാണ്. ഞാൻ കരുതി, കാരണം എന്താ? അത്രയും പെർഫെക്റ്റ് ആണ്. ഞാൻ അടുത്ത് നോക്കി കേട്ടോ. ഈ സാമൂഹ്യ സങ്കല്പത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കാരണം നല്ല കാര്യമാണ്, സമൂഹത്തെക്കുറിച്ച് ശരിക്കും സോഷ്യലി പഠിക്കുകയാണ്. വെറുതെ കോമൺ സെൻസ് വെച്ചിട്ട് ഇങ്ങനെ ഊക്കിക്കാണോ? അല്ല. അപ്പൊ അതിന് ഒരുപാട് എന്തുണ്ട് സവിശേഷതകളുണ്ട്. ഒന്നെന്താണ് അറിയോ? ബ്രോഡർ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്. സാമൂഹ്യശാസ്ത്രം വെച്ച് പഠിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാൻ കഴിയും. അപ്പൊ നമുക്കൊരു വിശാലമായ വ്യൂസ്, ഒരു കാഴ്ചപ്പാട് ഉണ്ടാവാൻ കഴിയും. കണ്ടോ? വ്യക്തിഗത വീക്ഷണം വിശാലമാക്കുന്നു. അങ്ങനെ പഠിച്ചാൽ നമുക്ക് ഏതൊരു പ്രശ്നത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. കണ്ടോ? അടുത്ത പോയിന്റ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്. അങ്ങനെ ഏത് പ്രശ്നത്തെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് തന്നെ സ്വയം തിരിച്ചറിവുണ്ടോ? ശരിയാ. നമ്മളിപ്പോൾ ഒരു പ്രശ്നം, ഒരു സോഷ്യൽ പ്രോബ്ലം പറയാം. ഒരു പെണ്ണ് ഭയങ്കരമായിട്ട് പ്രണയത്തിൽപ്പെട്ടു. നമ്മൾ അതിനെക്കുറിച്ച് എന്തായി? വിശാലമായിട്ട് പഠിച്ചു അല്ലേ. അപ്പം നമുക്ക് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞു. അപ്പം നമുക്ക് തന്നെ സ്വയം തോന്നുക, ശരിയല്ലേ, ഓളെ മാത്രം കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ. കണ്ടോ? സ്വയം പ്രതിഫലനം, സെൽഫ് റിഫ്ലക്ഷൻ. ഞാനിങ്ങനെ ഒന്നും ആയാൽ പോരാ. ഒരു പ്രശ്നത്തെ കുറിച്ച് നമ്മൾ പഠിക്കും, നമുക്ക് തന്നെ സ്വയം തിരിച്ചറിവ് വരും. ശരിയല്ലേ? അടുത്ത് നോക്കി, എമ്പതി ആൻഡ് ടോളറൻസ്. ഡെവലപ്പ് എമ്പതി ആൻഡ് ടോളറൻസ്. നമ്മൾക്കിടയിൽ എന്തുണ്ടാവുന്നു? അനുതാപവും സഹിഷ്ണുതയും വളരും. ഇപ്പോൾ വേറൊരു ഒരു കുട്ടി പഠിക്കാത്ത പ്രശ്നമാണ്. ആ കുട്ടിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ പഠിച്ച് മനസ്സിലായി, പാവം ആ കുട്ടിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട്. കണ്ടോ? ഓനൊന്ന് സഹായിക്കണം. എമ്പതി ആൻഡ് ടോളറൻസ്. ഓനൊന്ന് ചേർത്ത് നിർത്തണം. ഓനങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരാളല്ല. നമുക്ക് ചേർത്ത് നിർത്തേണ്ട ആളാണ്. കണ്ടോ? എമ്പതി ആൻഡ് ടോളറൻസ് ഉണ്ടാവും. എന്നാൽ ചില പ്രശ്നങ്ങൾ ഒരു കുട്ടിൻ്റെ അടുത്താണ് തെറ്റെന്ന് കണ്ടാൽ നമ്മൾ ആ കുട്ടീനെ എന്താവും? വിമർശിക്കും. കണ്ടോ? അപ്പോൾ അടുത്ത് നോക്കി, ക്രിറ്റിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്ത നമുക്ക് എന്താവും? വളരും. അടുത്ത് നോക്കി, ടു ക്വസ്റ്റ്യൻ നെഗറ്റീവ് സോഷ്യൽ നോംസ്. നമ്മുടെ സമൂഹത്തിൽ നല്ലതല്ലാത്ത കുറേ കാര്യങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോവുക, ഒരാണൊരു പെണ്ണും ഇങ്ങനെ നടന്നു പോവുക. ആ സമയത്ത് വീട്ടിലുണ്ടോ റോട്ടിലൊക്കെ കാണാൻ കുറേ ആൾക്കാർ കോൺകേവും കോൺവെക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്നില്ലേ, കണ്ണങ്ങനെ കുറിപ്പിച്ച് എന്താ അല്ലേ എനിക്ക് നോക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ചില നെഗറ്റീവ് സോഷ്യൽ നോംസ് ഉണ്ട്, തെറ്റായ ചില ധാരണകൾ നമ്മുടെ നാട്ടിലുള്ള. അതിനൊക്കെ നമുക്ക് എന്താകാൻ പറ്റും? ചോദ്യം ചെയ്യാൻ കഴിയും. എങ്ങനെ ചിന്തിച്ചാൽ? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വെച്ച് ചിന്തിച്ചാൽ. അതൊക്കെ നാട്ടുകാർ ഓരോ കയപ്പാണ് അല്ലേ. യെസ്. അപ്പോൾ അതെന്താവോ എല്ലാവരും മനസ്സിലാക്കുക. ഇതാണ് കാര്യമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. എന്ത്? കോമൺ സെൻസ് നോളജ് അതേപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും. ഇത് രണ്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. കോമൺ സെൻസ് നോളജ് നമുക്കറിയാം എന്താണ്? വ്യക്തിപരമായ അനുഭവങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. പേഴ്സണൽ എക്സ്പീരിയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കും. ഇതങ്ങനെയല്ല. പേഴ്സണൽ എക്സ്പീരിയൻസും വ്യക്തിപരമായ അനുഭവം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ ഘടനകളെ കുറിച്ച് മൊത്തത്തിൽ എന്താവുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്പാണ്. പിൽക്കാലത്തെ ആളുകൾ തന്ന വാർപ്പ് മാതൃകകൾ അല്ലേ. എന്താണ്? കാലാട്ടം പറ്റൂല, ഉമ്മയും മാപ്പിയും മരിക്കും അല്ലേ, അച്ഛനമ്മയും മരിക്കും, കുറേ ചിരിച്ച കുറേ കരയും. ഇതൊക്കെ ഓരോ ഊഹാപോഹങ്ങളാണ് അല്ലേ. അത് വെച്ചിട്ടൊക്കെ ചിത്രീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തിനെ കുറിച്ച് പഠിക്കണേ? സമൂഹത്തെ കുറിച്ച് കറക്റ്റായിട്ട് ആയത്ത് പഠിച്ചിട്ടാണ് എന്താവുന്നത് മനസ്സിലാക്കണത്. കണ്ടോ? സോഷ്യൽ ഫാക്ടേഴ്സ് അനലൈസ് ഡീപ്ലി. ഏതൊരു പ്രശ്നത്തിന് പിന്നിലുള്ള ഘടകങ്ങളിൽ ആയത്തിൽ മനസ്സിലാക്കുന്നു. ഇവിടെ കണ്ടു നോക്കി, ഇവിടെ ക്രിറ്റിക്കൽ തിങ്കിങ് ഉണ്ടോ? എങ്ങനെ ക്രിറ്റിക്കൽ തിങ്കിങ് ഉണ്ടാവുക? ഒരു പ്രശ്നത്തെ കുറിച്ച് പഠിച്ചാൽ ആ പ്രശ്നം തെറ്റാണെന്ന് പറഞ്ഞാലേ നമ്മൾ വിമർശിക്കുള്ളൂ. അത് തെറ്റാണെന്ന് അറിയാൻ കഴിയണ്ട കോമൺ സെൻസിൽ. കഴിയോ? ഇല്ല. അപ്പൊ അവിടെ എന്തില്ല? നോട്ട് അപ്രോച്ച് ക്രിറ്റിക്കൽ തിങ്കിങ്. വിമർശനാത്മക ചിന്തയിലൂടെ ഒരിക്കലും
ഒരിക്കലും എന്താവുന്നില്ല സമീപിക്കുന്നില്ല. ഇവിടെ എങ്ങനെയില്ല, ആയത്ത് പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്താവും നല്ലതാണ് തോന്നി നമുക്ക് അവിടെ ടോളറൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ കാരണം ആ കുട്ടി ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ നമ്മളെന്താ ആ കുട്ടിനെ തന്നെ വിമർശിക്കും. കണ്ടോ അവിടെ എന്തുണ്ടാവുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതോട് കൂടിയിട്ട് മക്കളെ നമ്മൾ ഈ ചാപ്റ്റർ എന്താവാണ് അടിപൊളിയായിട്ട് എന്താവുന്നു കഴിയുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബുധനാഴ്ച നമ്മളെ പബ്ലിക് ഓണ പരീക്ഷൻ്റെ തലേ ദിവസം ബുധനാഴ്ച കൃത്യം 7:30 MS പ്രഡിക്ഷനുമായിട്ട് MS യൂട്യൂബ് ചാനലിൽ സോഷ്യൽ സയൻസിൻ്റെ പ്രഡിക്ഷൻ ഉണ്ടാവും. ഞാനുണ്ടായിരിക്കും, നിങ്ങളുടെ സ്വന്തം SDK ഉണ്ടായിരിക്കും, ആദർശ് സാർ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും കൃത്യം എന്താവണം 7:30 ലൈവിൽ ഉണ്ടാവണം. ലൈവിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് അടിക്കുകയൊക്കെ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് എന്താവുക ലൈവിൽ കാണാം. നമ്മൾ സെറ്റാക്കാൻ പോവും, അടിച്ച് പൊളിച്ച് പഠിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സ്റ്റാറ്റസ് ആക്കുക, ഒക്കെ സെറ്റാക്കുക കേട്ടോ. അപ്പോൾ മക്കളെ ടാറ്റാ ടാറ്റ ടാറ്റാ, ബൈ 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 ബൈ. ഓക്കെ.